നാളെയുള്ളതിനെ ചേർത്ത് പിടിക്കുക. വരാനിരിക്കുന്നത് എന്തുമാകട്ടെ അതിൽ പ്രതീക്ഷ അർപ്പിക്കുക. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടക്കുന്ന 145ാമത് സ്നേഹസംഗമത്തിലാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ സംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ കാഴ്ചപരിമിതരുടെ ഫുട്ബോൾ ടീമാണ്. ഈ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി ചേച്ചി പ്രാർത്ഥന. കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ്റെ രക്ഷകനേ, വിണ്ണിൽ നിന്നിക വന്നു പിറന്ന ഉന്നതനീശജനേ, പരമോന്നതനീശജനേ, കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ്റെ രക്ഷകനേ, വിണ്ണിൽ നിന്നിക വന്നു പിറന്ന ഉന്നതനീശജനേ, പരമോന്നതനീശജനേ, ഇരുളിൽ അലയും നരനെ തേടി ധരയിൽ വന്നവനേ, ഇരുളിൽ അലയും നരനെ തേടി ധരയിൽ വന്നവനേ, കറകൾ പാപകറകളെ കഴുകും കരുണാസാഗരമേ, കരയറിയ സാഗരമേ, കറകൾ പാപകറകളെ കഴുകും കരുണാസാഗരമേ, കരയറിയ സാഗരമേ, കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ്റെ രക്ഷകനേ, വിണ്ണിൽ നിന്നിക വന്നു പിറന്ന ഉന്നതനീശജനേ, പരമോന്നതനീശജനേ, തകരും മനസ്സിൽ കഥനം തിങ്ങി കരയും മാനവരിൽ, തകരും മനസ്സിൽ കഥനം തിങ്ങി കരയും മാനവരിൽ, മുറിവിൽ വീഞ്ഞും വെണ്ണയുമേകി സുഖമരുളും പരനേ, നല്ല ശമരിയനായവനേ, മുറിവിൽ വീഞ്ഞും വെണ്ണയുമേകി സുഖമരുളും പരനേ, നല്ല ശമരിയനായവനേ, കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ്റെ രക്ഷകനേ, വിണ്ണിൽ നിന്നിക വന്നു പിറന്ന ഉന്നതനീശജനേ, പരമോന്നതനീശജനേ, കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ്റെ രക്ഷകനേ, വിണ്ണിൽ നിന്നിക വന്നു പിറന്ന ഉന്നതനീശജനേ, പരമോന്നതനീശജനേ.
എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 145ാമത് സ്നേഹസംഗമത്തിലാണ് നമ്മൾ ഈ സമയം എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഓരോ സ്നേഹസംഗമവും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളും പുതിയ ആവേശവും വരുത്തിക്കൊണ്ട് ദർശന സർവീസ് സൊസൈറ്റിയുടെ സ്നേഹസംഗമം ഓരോ ആഴ്ചയും മുടങ്ങാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നതാണ് ഇന്നത്തെ എൻ്റെ കർത്തവ്യം. ഏറ്റവും ആദ്യം ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMIയെ ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബിൻ്റെ ഈ സ്നേഹസംഗമം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അകക്കണ്ണിലൂടെ ലോകത്തെ വീക്ഷിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റും ഫുട്ബോൾ ടീമിൻ്റെ ഇൻചാർജുമായി വളരെ ഭംഗിയായി ഫുട്ബോൾ ടീമിന് മുന്നോട്ട് കൊണ്ടു നടക്കുന്ന ശ്രീ അഖിൽ കുമാർ ദർശന സർവീസ് സൊസൈറ്റിയുടെ മറ്റൊരു മുഖമാണ്. അദ്ദേഹം ദർശന സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. ഏറ്റവും സ്നേഹത്തോടെ അഖിൽ കുമാറിനെ ദർശന ക്ലബിൻ്റെ സ്നേഹസംഗമം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അടുത്തതായി നമ്മുടെ ഫുട്ബോൾ താരം ശ്രീ വൈശാഖ് സീനിയർ ഫുട്ബോൾ ഇന്ത്യൻ ടീം ക്യാപ്റ്റനാണ്. അദ്ദേഹം വളരെ തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം അല്പസമയം എത്തിച്ചേർന്നതിനോർത്ത് അദ്ദേഹത്തിന് പ്രത്യേകം ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും ദർശന ക്ലബിൻ്റെ പേരിലും സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിൻ്റെയും സെക്രട്ടറിമാരായിരിക്കുന്ന ശ്രീമതി മിനി എയും അതുപോലെ കുമാരി സിനി കെ സബാസ്റ്റിനെയും ഈ സ്നേഹസംഗമത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ദർശന ക്ലബിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീ ഷിബിൻ ഹാരി കെയെ ഏറ്റവും സ്നേഹത്തോടെ സ്നേഹസംഗമം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം വളരെ ഭംഗിയായി ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുമാരി സീമ എൻ തോമസിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ദർശനയുടെ മുഖമുദ്രമായ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീമാൻ ജോസ് കൊരട്ടി ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ നന്ദി അറിയിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമാൻ മാഹിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ദർശന ക്ലബിൻ്റെ ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, ദർശന ക്ലബിൻ്റെ ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, സാഡറ്റിൻ്റെ ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, അതുപോലെ ദർശന ക്ലബിൻ്റെ വിവിധ ഗ്രൂപ്പുകളുടെ ലീഡേഴ്സ്, അതുപോലെ തന്നെ ദർശന ക്ലബിൻ്റെ ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും എത്തിച്ചേർന്ന വിവിധ ഗ്രൂപ്പ് അംഗങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദർശന ക്ലബ് എന്താണെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും വായിച്ചു കേൾപ്പിക്കുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. 2024 ജനുവരി മാസത്തിൽ ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തു. ദർശന സർവീസ് സൊസൈറ്റിയുടെ യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിത 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിത 2 ഫുട്ബോൾ ടീം,
ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതരുടെ ശിങ്കാരിമേള ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതർക്കുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുത്തു കഴിയുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശിയുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുമായുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സൊറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കാരം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാക്കാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ്ബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 8000 പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബ്ബ് യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായ ഉന്നമനത്തിനും വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വതന്ത്രത്തിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിലൂടെ സ്നേഹ സംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗുകൾ നടത്തപ്പെടുന്ന ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ, സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയമുള്ളവരെ, 9/3/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 143ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. 144ാമത്തെ സ്നേഹസംഗമം സാഗർഭമായതുകൊണ്ടാണ്. അവതരണം ശ്രീമതി റഹീന പാവട്ടി, പ്രാർത്ഥന കുമാരി മിനി പാവട്ടി, സ്വാഗതം കുമാരി ലിജി അങ്കമാലി. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ജോസ് കൊരട്ടി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. ദർശന കുടുംബാംഗങ്ങളിലെ വിശിഷ്ട വ്യക്തികളെ, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് പട്ടിക്കാടുള്ള സ്നേഹാലയത്തിലാണ്. മുൻപ് പറഞ്ഞ പോലെ 65 പേര് ചെസ് മത്സരത്തിൽ പങ്കെടുക്കുന്നു. 16-ാം തീയതി സാഗർ ഭവനിൽ വെച്ച് നടക്കുന്ന വാർഷികാഘോഷത്തിൽ എല്ലാവരും എത്തിച്ചേരുക. ലീഡർ സ്ഥാനത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കൊണ്ട് നിർത്തുന്നു. യോഗം ഉദ്ഘാടനം ചെയ്ത് തൊടുപുഴയിലെ വഴിത്തലയിലെ ശാന്തിഗിരി റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ റവറൻ ഫാദർ പോൾ പാറോക്കേട്ടൽ അച്ഛൻ CMI അച്ഛനായിരുന്നു. ഏറ്റവും ആദരണീയനായ സോളമൻ അച്ഛൻ ക്ലബ് അംഗങ്ങളെ എന്നെ ക്ഷണിച്ചത് റഹീനയാണ്. ഇതിൽ പങ്കുചേരുന്ന സഹോദരി സഹോദരന്മാരെ, 143ാം സ്നേഹസംഗമത്തിൽ പങ്കുചേരാൻ സാധിച്ചതിന് നന്ദി. റിപ്പോർട്ടിലൂടെ കേട്ടപ്പോൾ ഇത്രയും ബൃഹത്തായ പരിപാടിയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. 31 വർഷമായി ഞാൻ ഭിന്നശേഷിക്കാരോടൊപ്പമാണ്. ഞാൻ സോളമൻ അച്ഛന്റെ CMI സഭയിലുള്ളതാണ്. ശാന്തിഗിരി കോളേജിൽ പഠിക്കണമെങ്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ കോളേജ് മുഴുവൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. രാത്രി പകലാക്കി അധ്വാനിക്കാമെങ്കിൽ ഉയരങ്ങൾക്ക് നമുക്ക് കീഴടക്കാം. ദർശന ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയത് തൃശൂർ ജില്ലയിലെ പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ
സെക്രട്ടറി ശ്രീ ലിൻസ് ഡേവിസ് വി അവർകളായിരുന്നു. ഞാൻ ട്രിപ്പിൽ കുടകിലാണ്. ഞാൻ ലിൻസ് ഡേവിസ്, പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിയാണ്. പിയൂസാണ് എന്നെ ക്ഷണിച്ചത്. സിജോൺ വഴിയാണ് ക്ലബിനെ കുറിച്ച് അറിയുന്നത്. ദർശന ക്ലബ്ബ് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ ക്ലബിന് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ കയറിയത്. ഇനി പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാ സംശയത്തിന് സഹായത്തിനും ഒത്തിരി പേര് സംശയങ്ങൾ ചോദിക്കുകയും അതിന് തക്ക മറുപടിയും മാർഗങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഉപകാരങ്ങളും ചെയ്യാമെന്നേറ്റു. വീണ്ടും വരാമെന്നേറ്റു. നന്ദി, നമസ്കാരം. യോഗ അവസാനം കുമാരി സീമ എൻ തോമസ് ഇടക്കളത്തൂർ നന്ദി പറഞ്ഞു. യോഗം അവസാനിപ്പിച്ചു. റിപ്പോർട്ട് അംഗീകാരത്തിനായി യോഗ സമക്ഷം സമർപ്പിക്കുന്നു. ദർശന സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ അഖിൽ കുമാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 145ാമത് സ്നേഹസംഗമത്തിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതുപോലെ ഒരു ശനിയാഴ്ച നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആരംഭിച്ച ഒരു പ്രോഗ്രാം ഇപ്പോ അതിന്റെ 145ാമത്തെ പതിപ്പിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ അഭിമാനമുണ്ട്. കാരണം നിരവധി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ മറ്റ് സാധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു പരിപാടിയാണിത്. അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികളുടെ ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഇടയിലേക്ക് അവർ എത്തുകയും നമ്മളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ള അറിവുകളെല്ലാം അവരിൽ നിന്നും പഠിച്ചെടുത്തുകൊണ്ട് നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ലഭിക്കുന്ന ഒരു വലിയ വേദിയാണ് ഇത് എന്നതിൽ വളരെ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മള് ഓഫ്ലൈൻ ആയിട്ട് 144ാമത് സ്നേഹസംഗമം അച്ഛന്റെ നമ്മുടെ ദർശന ക്ലബിന്റെ വാർഷികവും അതുപോലെ തന്നെ അച്ഛന്റെ ഫീസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ നടത്തി. അതും ഒരു വേറിട്ടൊരു ഓർമ്മയാണ്. കാരണം നമ്മളറിയാം, ഓൺലൈനായിട്ട് കൂടി വന്നിരുന്ന സ്നേഹസംഗം ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നമ്മൾ ഓഫ്ലൈൻ ആക്കി മാറ്റുന്നു. അതിലൂടെ എല്ലാവരും നേരിട്ട് പരിചയപ്പെടാനും ഒരുപാട് കണ്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു വേദി ഒരുങ്ങുന്നു എന്നതും മറ്റൊരു നേട്ടം തന്നെയാണ്. അപ്പോ ഇതില് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് അച്ഛൻ ഒരുപാട് പ്രവർത്തനങ്ങള് ദർശന ക്ലബിന്റെ തുടക്കം മുതലേ ചെയ്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഞങ്ങൾ ഇതുപോലെ ക്രിക്കറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തൊരു ക്ലബ്ബ് ഇന്ന് ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോ എന്ത് കാര്യമായാലും ഇപ്പൊ ഫുട്ബോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഭിന്നശേഷിക്കാരായവർക്ക് എന്തെങ്കിലും തുടങ്ങണം, ഇങ്ങനൊരു പ്ലാൻ ഉണ്ട്, ഞങ്ങൾക്ക് ഇന്നൊരു കായികനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്ന തുടങ്ങണം എന്ന് പറയുമ്പോ ആരംഭിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ എത്രത്തോളം ഉയരത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കും അതിനുള്ള വേദി ഒരുക്കി തരുന്നതാണ് അച്ഛൻ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നിരവധി നേട്ടങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടിപ്പോ സിനി ചേച്ചി നമുക്ക് സ്വിമ്മിങ്ങിലായാലും അല്ലെങ്കിൽ കല ചിങ്കാരിമേളം മറ്റ് നിരവധി നേട്ടങ്ങൾ ഇപ്പം ചെസ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റി. അതുപോലെ തന്നെ വീൽ ചെയർ ബാസ്കറ്റ്ബോള്, ക്രിക്കറ്റ്, നീന്തൽ, അങ്ങനെ അതൊക്കെ എല്ലാം പലർക്കും കഴിയില്ല എന്ന് നമ്മളെല്ലാവരും ഒരു സമയത്ത് വിചാരിച്ചിരുന്നത് നമ്മളെ കൊണ്ട് കഴിയും എന്ന് കാണിച്ചു തരുന്നൊരു വേദിയാണ്, അല്ലെങ്കിൽ ഒരു അവസരമാണ് ഇവിടെ നമുക്ക് ഉയർന്നു വരുന്നത്. അപ്പം അതിലൂടെ ഒരുപാട് ഒന്നുമല്ലാതിരുന്ന ആളുകളൊക്കെ ഒരുപാട് പ്രശസ്തിയിൽ എത്തിച്ചേരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശസ്തി കൊണ്ട് ഒരുപാട് പേരെ ഒതുങ്ങിക്കൂടി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു വേദിയായിട്ട് ഇത്തരത്തിലുള്ള അവസരങ്ങൾ മാറുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് വൈശാഖ ചേട്ടനാണ്. അതായത് ഞാന് കോളേജിൽ പഠിക്കുമ്പോ ഡിഗ്രിക്ക് പഠിക്കുമ്പോ അവിടെ NSSന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, NSS ഡേ. അതിനാണ് ഈ ചേട്ടൻ വന്നത്. അപ്പം അന്നാണ് ഇങ്ങനെ ഒരു ഫുട്ബോൾ ഉണ്ടെന്നും അതായത് ആംബ്യൂട്ടി കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പൊ ആ ഫുട്ബോൾ ഉണ്ടെന്നും ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അന്നറിയാൻ സാധിച്ചത്. അപ്പം ഞാൻ നേരിട്ട് ട്രൈ ചെയ്തിരുന്നു ചേട്ടന് നമ്മുടെ ഫുട്ബോളിന് അല്ലെങ്കിൽ എങ്ങനെയും വരുത്താൻ പറ്റുന്നു. പക്ഷെ അപ്പൊ ഒന്നും നടന്നില്ല. പക്ഷെ ചേട്ടൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ഇടയിലുള്ളൊരു ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ട്രഗിളിൽ നിന്ന് ഈ ഒരു ഇന്ത്യൻ ടീമിന്റെ നായകൻ എന്ന് പറയുന്നത് ചെറിയൊരു പദവിയല്ല. അപ്പം അങ്ങനെ എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിൽ അത് ഇവിടെയുള്ള ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാവും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ ഇൻവൈറ്റ് ചെയ്തത്. കാരണം നമുക്കൊന്നും എന്താ പറയാ ഉയരാൻ പറ്റാത്തൊരു അവസരമല്ല ഇത് എന്നുള്ളൊരു മോട്ടിവേഷൻ ചേട്ടന് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. പിന്നെ ഈ ക്ലബിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അച്ഛനോടൊപ്പം ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇതിലുള്ളപ്പോ എല്ലാരും പേരെടുത്തവരാണെങ്കിൽ കുറെ പേരുണ്ട്. പ്രസിഡന്റ് ആയാലും ഗവേണിംഗ് ബോഡി ആയാലും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ഐക്യമുള്ള ഒരു കൂട്ടായ്മയ്ക്കാണ് ഇത്തരത്തിൽ വിജയങ്ങൾ നേടാൻ സാധിക്കുക എന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു അവസരം തന്നതിനും സ്നേഹസംഗമത്തിൽ വീണ്ടും നടത്താൻ സാധിച്ചതിലും ഒരുപാട് അഭിമാനമുണ്ട്.
ഇനിയും ഒരുപാട് മുന്നേറിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങൾ ഒരുപാട് മോട്ടിവേഷൻ എല്ലാവർക്കും നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെയും ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അഖിൽ കുമാർ, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വൈശാഖ്, ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ഷിബിൻ ഹാരി, കൺവീനർമാർ, PRO അവതാരിക സീമ, സ്വാഗതം പറഞ്ഞ PRO പിയൂസ് ചേട്ടൻ, ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ ഈ 143-ാം സ്നേഹസംഗമത്തിനെ പറ്റി വിവരണം നൽകുകയും ദർശന ക്ലബിനെ പറ്റി വിശദീകരിച്ച് പറയുകയും ചെയ്ത ജോസേട്ടൻ, ആനി വർക്കി പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിച്ചു. അതുപോലെ നന്ദി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ മാഹിൻ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസത്തിന്റെ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ നേരുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളോട് എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ ചൈനീസ് വാക്ക് ഓർക്കുകയാണ്, ഒരു വചനം ഞാൻ ഓർക്കുകയാണ്. വിരൽ സൂര്യനെ കാണിക്കുമ്പോൾ വിഡ്ഢികൾ വിരലിനെ നോക്കുന്നു. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിരൽ സൂര്യനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വിഡ്ഢികൾ വിരലിനെ നോക്കി നിൽക്കുന്നു. നമ്മളൊക്കെ നോക്കേണ്ടത് വിരലിനെയല്ല, സൂര്യനെയാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങളെയാണ് നമ്മൾ നോക്കി മുന്നേറേണ്ടത്. പലപ്പോഴും ഇപ്പോ അഖിൽ കുമാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. നമ്മളെയൊക്കെ ലക്ഷ്യം എന്താണ്? സൂര്യനാണ്. നമ്മുടെ ലക്ഷ്യം ഒത്തിരി ഉയരങ്ങളിലാണ് എന്നുള്ളതാണ്. ആ ലക്ഷ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നോക്കി കാണുന്നത് അഖിൽ കുമാറിനെ മാത്രമായിരിക്കും. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ നമ്മുടേതായ ഒരു ഇട്ടാവട്ടത്തില് നമ്മൾ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് നമ്മൾ തന്നെ നമുക്കൊരു വലിയൊരു ബാധ്യതയായിട്ട് നിൽക്കുകയാണ്, ഒരു ബ്ലോക്കായിട്ട് നമ്മൾ തീരുകയാണ്. അതിന് നമ്മൾ കാരണം പറയുക ഞാൻ ഭിന്നശേഷിയാണെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും കാരണം പറയുക എനിക്ക് വയ്യ എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും അതിനൊരു തൊടിന്യായം പറയുന്നത് എനിക്ക് അതിനൊന്നും എത്തിച്ചേരാനുള്ള കഴിവുകളില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ നോക്കി, നമ്മളെ തന്നെ പരിതപിച്ച്, നമ്മളെ തന്നെ ഇല്ലായ്മയിലേക്ക് നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് ചുറ്റുവട്ടമൊക്കെ നോക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ മുന്നിലുണ്ടെങ്കിൽ അതിനെ മാത്രം നമ്മൾ നോക്കും. അതിന്റെ അപ്പുറത്തേക്ക് ഓരോരുത്തരും കാണിച്ചു തരുന്ന, കൈ ചൂണ്ടി കാണിച്ചു തരുന്ന സൂര്യന്റെ അത്രയും ഉയരത്തിലേക്കുള്ള ആ ഒരു നോട്ടം നമുക്ക് നോക്കാനായിട്ട് നമുക്ക് കഴിവില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അത്രമാത്രം ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. പറ്റാത്തത് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത്. അതൊന്ന് മാറ്റാനായിട്ട് സാധിച്ചാൽ, അതൊന്ന് മാറിപ്പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മൾ ആ ചഞ്ചലപ്പെട്ടിരിക്കുന്ന മനസ്സിനെ, അല്ലെങ്കിൽ ഒരു പേടി, ഭയം, അല്ലെങ്കിൽ ആകുലത, വ്യാകുലത എന്നൊക്കെ ഉള്ള വ്യക്തികളെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ എത്രയോ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ ഈ സ്നേഹസംഗമം കണ്ടക്ട് ചെയ്യേണ്ടവര്, ഇത് നടത്തിക്കൊണ്ട് പോകേണ്ടവര് നമ്മുടെ ബ്ലൈൻഡ് ഫുട്ബോൾ ടീമാണ്. പാട്ടുപാടാൻ ആൾക്കാരെത്തിയില്ല, ഗസ്റ്റുകളെ വിളിച്ചില്ല. കാരണം അവരിലേക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കുത്തിരുന്നു. അപ്പുറത്തേക്ക് പോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അത് സാധിക്കാതെ വന്നത് അവരുടെ മനസ്സിന്റെ കൊച്ചു കുറവ് തന്നെയാണ്. അവരുടെ കുറവിനെ അവര് തന്നെ പഴിചാരി അവരിയ്ക്കുമ്പോഴാണ് അവർക്ക് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റാത്തത്. എനിക്ക് പറ്റുന്നില്ല, നിനക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റില്ല, അതിപ്പോ ശരിയല്ല, എനിക്ക് നോക്കി വായിക്കാൻ പറ്റില്ല, കാണാണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അഖിൽ കുമാറിന്റെ വാക്കുകളൊക്കെ കേട്ടിട്ട്, പലപ്പോഴും അവതരണം കേട്ടിട്ട്, അല്ലെങ്കിൽ അവന്റെ പ്രസന്റേഷൻ, ഓരോ ടോക്കുകളൊക്കെ കേട്ടിട്ട് പലപ്പോഴും മുഖത്ത് കൈവച്ച് പോയ വ്യക്തികൾ എനിക്ക് നന്നായിട്ട് അറിയാം. വണ്ടറോട് കൂടിയിട്ട് ആൾക്കാർ നോക്കിയിരുന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 143-ാം സ്നേഹസംഗമം നടക്കുന്ന സമയത്ത് അഖിൽ കുമാറും ഞാനൊക്കെ ബ്ലൈൻഡ് ചെസ് ടൂർണമെന്റിന്റെ കാര്യത്തിലായിരുന്നു നിന്നിരുന്നത്. അവിടെയൊക്കെ അവതരണം നടത്തിയത്
അവിടെ സ്വാഗതം പറഞ്ഞത് പല കാര്യങ്ങളും ചെയ്തത് അഖിൽകുമാറാണ്. അഖിൽകുമാറിനെ നോക്കി പലരും വണ്ടറടിച്ചു, ഇതെങ്ങനെ ഇവന് സാധിച്ചു എന്നുള്ളത്. പക്ഷെ ആ അഖിൽകുമാറിന്റെ അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കുവാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. മറ്റുള്ള വ്യക്തികൾ ആ അഖിൽകുമാറിനെ നോക്കിയെങ്കിലും വളരാനായിട്ട് പറ്റുന്നില്ല. ആ വിരലിലേക്കൊന്നും നോക്കാനായിട്ട് അതുപോലും സാധിക്കാതെ തല കുനിച്ച് നാണം കെട്ട് ഇരിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെയാണോ സൂര്യൻ. അപ്പോ നമ്മളൊക്കെ വളരേണ്ടത് അങ്ങറ്റത്തോളം സൂര്യന്റെ അത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. പക്ഷെ നമ്മള് മനസ്സ് വിശാലമായൊരു മനസ്സില്ലെങ്കിൽ, വൈഡറായിട്ട് നമ്മൾ പോകുന്നില്ലെങ്കിൽ ഇതുപോലെ കുടുങ്ങിക്കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മൾ അഴിക്കണം, ഉരുക്കഴിക്കണം. നമ്മുടെ കെട്ടുപാടുകളെല്ലാം മാറ്റണം. നമ്മൾ ഉയരങ്ങളിലേക്ക് വരണം. അവസരങ്ങളും സാഹചര്യങ്ങളും നമുക്കുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ വളരാനായിട്ട് സന്നദ്ധരാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ബ്ലൈൻഡ്സ് ഇല്ലാത്തതല്ല പ്രശ്നം, ബ്ലൈൻഡ്സും ഉണ്ട്. ഈ ബ്ലൈൻഡ്സ് ഫുട്ബോളിൽ ആളില്ലാത്തതല്ല പ്രശ്നം, അതുമുണ്ട്. മനസ്സില്ലായ്മയാണ് പ്രശ്നം. ആ മനസ്സുണ്ടാകട്ടെ. നമ്മുടെ NSSന്റെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്, മനസ്സ് നന്നാവട്ടെ മനുഷ്യൻ നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ മനസ്സുണ്ടെങ്കിൽ നല്ല മനുഷ്യരായിട്ട് നമുക്ക് മാറും. നമ്മളൊക്കെ ഇനിയും ഉയരങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ പലപ്പോഴും ചോദിക്കും, ഞങ്ങള് ഫുട്ബോളിൽ നേടിയാ പോരെ, ഈ സ്നേഹസംഗമത്തില് ഇങ്ങനെ 2 വാക്ക് പറഞ്ഞാലേ നല്ലവരാകുള്ളൂ എന്നുള്ളൊരു ചോദ്യം അല്ല. ഫുട്ബോളിൽ നേടണം, വാക്കിൽ നമ്മൾ സമർത്ഥരാകണം, എല്ലാത്തിലും നമ്മൾ മുന്നിട്ട് വരാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറട്ടെ. അതിനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. സർവേശ്വരൻ നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമം 145-ാം സ്നേഹസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുഖ്യ അതിഥിയായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സീനിയർ അമ്പ്യൂട്ട് ഫുട്ബോൾ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ശ്രീ വൈശാഖ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇതിന്റെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഇതിന്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ വരുമ്പോ നിങ്ങളോടൊക്കെ എന്താ സംസാരിക്കേണ്ടതിന് എന്നതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ധാരണകളൊന്നുമില്ല. എന്തായാലും ഇത്രയും മനോഹരമായിട്ട് വ്യത്യസ്തമായ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കുറിച്ച് ഇതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും എന്നെ അറിയാനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെയാണ് കൂടുതൽ എന്നെ പരിചയം ഉണ്ടാവുക. ഞാൻ എന്തായാലും നിങ്ങളോട് എന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. എനിക്ക് പറയാൻ ഏറ്റവും കൂടുതൽ എളുപ്പം അതായിരിക്കും. ഞാനിങ്ങനെ എല്ലാവരെയും പോലെ നോർമലായിട്ടുള്ള ജീവിച്ച ഒരാളാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്റെ ജീവിതത്തിൽ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഉള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജില്ലാ ടീമിന്റെ സെലക്ഷന് വേണ്ടി ഞാൻ ഉള്ള ഒരു യാത്രയിൽ ഞാനിരുന്ന ബൈക്കിന്റെ ഫ്രണ്ടിൽ ഒരു KSRTC ബസ് വന്ന് ഇടിക്കുകയും, ഒരു വളവിൽ വെച്ചിട്ടാണ് ബസ് വന്ന് ഇടിച്ചത്. ബൈക്ക് തെറിച്ച് ഗട്ടറിൽ വീണ്, എന്റെ ഏട്ടനാണ് ഓടിച്ചത്. ഏട്ടൻ റോഡ് സൈഡിലും ഞാൻ ആ ബസ്സിന്റെ ബാക്ക് വീലിലും തെറിച്ച് വീഴുകയാണ് ചെയ്തത്. KSRTC ബസ്സിന്റെ ബാക്ക് വീല് എന്റെ വലത് കാലുമ കയറിയിട്ടാണ് എന്റെ കാല് മുറിച്ചത്. എന്റെ കാല് മുറിച്ച വിവരം പോലും ഞാൻ അറിയുന്നത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഞാൻ എന്റെ ചികിത്സകളൊക്കെ നടന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ചികിത്സ നടക്കുന്ന സമയത്ത് ICUവിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ കാല് മുറിച്ച വിവരം അറിയുന്നത് 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാല്, അപകടം പറ്റിയിട്ട് ഇങ്ങനെ ഒരു കാല് മുറിച്ചിട്ടുണ്ട്. നിലവിലുള്ള കാലിന്, ഇടത് കാലിന് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്, കമ്പി ഇട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ ICUവിൽ ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ, എനിക്കിങ്ങനെ മലന്ന് കിടക്കുമ്പോൾ കിടന്നെടുക്കെന്ന് നോക്കിയാൽ എന്റെ കാല് കാണാൻ വേണ്ടി പറ്റൂല. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എന്റെ 2 കാലും അവിടെ ഉണ്ട് എന്നാണ്. നമുക്ക് കാലും മുറിച്ച് കളഞ്ഞാലും കാലവിടെ ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഫാൻഡം ലിംബ് എന്നാണ് അതിന് പറയാ. ഇല്ലാത്തൊരു സാധനം ഉള്ള പോലെ തോന്നുകയാണ്. നിങ്ങളൊക്കെ ഒരു വെയിറ്റ് ഉള്ള സാധനം തലയിൽ ഒരുപാട് സമയം വെച്ചാല്
അല്ലെങ്കിൽ ഒരു തൊപ്പി ഒരുപാട് സമയം തലയിൽ വെച്ചിട്ട് അത് ഊരി മാറ്റിയാല് നമുക്ക് ആ തൊപ്പി അവിടെ പോലെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ 10-13 കൊല്ലം ഉപയോഗിച്ച കാല് മുറിച്ച് മാറ്റുമ്പോൾ ആ കാല് കൃത്യമായിട്ട് അവിടെ ഉള്ള പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. എനിക്കിപ്പോഴും എന്റെ കാല് അവിടെ ഉള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു വൈബ്രേഷൻ പോലെ. അതിന് ഫാൻഡം ലിംബ് എന്നാണ് പറയാ. അപ്പോ ഞാൻ അപകടം പറ്റി ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് എന്റെ നിലവിലുള്ള കാല്, ഇടത് കാലും വേദനയാവുന്ന ഫീൽ ഉണ്ട്. അതേപോലെ തന്നെ മുറിച്ചു മാറ്റിയ കാല് വേദനയാവുമ്പോഴത്തെ ഫീലിംഗ് ഉണ്ട്. അപ്പൊ എന്റെ ധാരണ എന്റെ 2 കാലും അവിടെ ഉണ്ട് എന്നാണ്. പക്ഷെ ഒരു ദിവസം എന്റെ ICUല് എന്റെ ബെഡിന്റെ അടുത്ത് അങ്ങനെ ആരും വരൂല. എന്നെ കാണാൻ വരുന്ന ആളുകളൊക്കെ എന്റെ ബെഡ് എത്തുമ്പോഴത്തേക്ക് എന്നെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുക. എന്റെ അച്ഛന്റെ ഏട്ടനാണ് എന്റെ കൂടെ ഭൂരിഭാഗം സമയം അന്ന് ആ ബെഡിൽ ഇരുന്നത്. അങ്ങനെ എന്റെ അച്ഛന്റെ ഏട്ടൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മുത്തച്ഛനോട് ഒരു ദിവസം കാല് വേദനയാകുന്ന ഫീലിംഗ് വല്ലാണ്ട് വന്നപ്പോ എന്റെ കാലൊന്ന് തടവി തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോ എന്റെ ഇടത് കാലിന് ഒരുപാട് പരിക്ക് പറ്റിയുണ്ട്. ഇടത് കാല് ഫുള്ള് ഡ്രസ് ചെയ്തിട്ടാണ് ഉള്ളത്, വിരല് മാത്രമാണ് പുറത്തുള്ളത്. അപ്പൊ മൂത്തച്ഛൻ എന്റെ ഇടത് കാലിന്റെ വിരല് മെല്ലെ തടവി തന്നു. അപ്പോ ഞാൻ മൂത്തച്ഛനോട് ഇടത് കാലല്ല വലത് കാലാണ് വേദനയാവുന്നത് എന്ന് പറഞ്ഞപ്പോ മൂത്തച്ഛനും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അന്നാണ് ഞാൻ കിടന്നെടുക്കുകയാണ് ഇങ്ങനെ വലത് കാലം അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നോക്കുന്നത്. ഇങ്ങനെ തപ്പി ഒരു പരിധി വരെ എത്തുമ്പോൾ കൈ വീണു പോകും. അങ്ങനെ 1-2 പ്രാവശ്യം തപ്പിയപ്പോഴാണ് കാലില്ല എന്നുള്ള വിവരമൊക്കെ ഞാൻ അറിഞ്ഞത്. അന്ന് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടം എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഒരു മിലിറ്ററിക്കാരനാവാൻ പറ്റൂല എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ സങ്കടം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒന്നുകിൽ ഒരു മിലിറ്ററിക്കാരനാവണം, രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാരനാവണം. ഇത് രണ്ടുമായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. അന്ന് അത് രണ്ടും നടക്കൂല എന്നുള്ള ചിന്ത എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊക്കെ സാധിച്ചു. അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കളിയോടുള്ള ഇഷ്ടമാണ്. അതേപോലെ തന്നെ എന്റെ സുഹൃത്തുക്കളും എന്റെ വീട്ടുകാരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നതിന് ശേഷം ഞാൻ ഒരുപാട് കാലം ഹോസ്പിറ്റലിൽ ബെഡിൽ കിടന്നിട്ടുണ്ട്. ഒരുപാട് സർജറികളും ഒരുപാട് വേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് കാലത്തെ ചികിത്സയ്ക്ക് ശേഷം ആ സമയത്തൊക്കെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തണം എന്നായിരുന്നു. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഞാൻ എന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്താണെന്ന് വെച്ചാല് ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറിയിട്ട് വീടിന്റെ അന്തരീക്ഷത്തിൽ എത്തി എന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷെ വീട്ടിലെത്തി 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ എന്റെ ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി വന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ അപകടത്തിന് ശേഷം ആദ്യമായിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോ ബന്ധുക്കളും അതേപോലെ അച്ഛന്റെ സുഹൃത്തുക്കളും അങ്ങനെ നാട്ടുകാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നു. പക്ഷെ എന്നെ കാണാൻ വന്ന ഭൂരിഭാഗം ആൾക്കാരും വളരെ സങ്കടത്തോടെയും സഹതാപത്തോടെയും ഒക്കെയാണ് എന്നെ നോക്കിക്കണ്ടത്. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സങ്കടത്തോടെയും സഹതാപത്തോടെയും ഒക്കെയുള്ള പരിചരണങ്ങളാണ്. പക്ഷെ എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കൾ വന്നത് എന്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഞാൻ ഒരുപാട് സമയം വീൽ ചെയറിൽ ഇരുന്നിട്ട് കളിക്കാൻ തുടങ്ങിയ സമയത്ത് എന്റെ കാലിന്റെ ഈ മുറിച്ചു മാറ്റാത്ത ഇടത് കാലിന്റെ മുട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു വേദന വരാൻ തുടങ്ങി. ആ വേദന വരാൻ തുടങ്ങിയ വിവരം ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. വീൽ ചെയറിൽ ഒരുപാട് സമയം ഇരിക്കുമ്പോൾ കാല് നീർത്താൻ ഭയങ്കര വേദനയായി. അതേപോലെ രാവിലെ എഴുന്നേറ്റിട്ട് വീൽ ചെയറിലേക്ക് ഇരിക്കുമ്പോൾ കാലിന്റെ മുട്ട് മടക്കി വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. മടക്കുമ്പോഴും നീർത്തുമ്പോഴൊക്കെ മുട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള വേദന വരാൻ തുടങ്ങി. ഞാൻ ആദ്യം അത് വേദനയുള്ള വിവരം വീട്ടിൽ ആരോടും പറഞ്ഞില്ല. പക്ഷെ ഒരു ദിവസം അമ്മ അതിവിദഗ്ധമായിട്ട് ഈ വേദനയുള്ള വിവരം കണ്ടുപിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സിച്ചപ്പോ ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് മുട്ടിന്റെ ഉള്ളിലുള്ള ഒരു ഞരമ്പ് വിട്ടുപോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വീണ്ടും ഒരുപാട് കാലം കാലിന്റെ മുട്ടിന്റെ ഞരമ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം കാലിന്റെ മുട്ടൊക്കെ ശരിയായി വന്നിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്റെ കാലിന്റെ മുട്ടിങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ആടുന്ന ഒരു പ്രശ്നം വരാൻ തുടങ്ങി. സാധാരണ എല്ലാവരെയും മുട്ട് മുന്നോട്ടും ബാക്കോട്ടുമാണ് മടങ്ങുക. എന്റെ കാലിന്റെ മുട്ടിങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ശക്തിയായിട്ട് വൈബ്രേറ്റ് ചെയ്ത് ആടാൻ തുടങ്ങി. അന്ന് എന്നോട് ഞാൻ ചികിത്സിച്ച ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ഒരു ബെൽറ്റിന്റെ സഹായം ഇല്ലാണ്ട് ഒരിക്കലും നിൽക്കാനോ നടക്കാനോ പറ്റൂല എന്നാണ് എന്നോട് അന്ന് ചികിത്സിച്ച ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിലവിലൊരു കാലില്ല, ഉള്ള കാലിന്
കമ്പി ഇട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ കാലിന് ഒരു ബെൽറ്റ് കൂടി ഇടണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി സെന്ററിൽ പോയി അഡ്മിഷൻ എടുത്തിട്ട് ഒരു 5-8 മാസം ആ ഫിസിയോതെറാപ്പി സെന്ററിൽ കാലിന്റെ മുട്ടിന്റെ പവർ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളും എക്സസൈസും ഒക്കെ ചെയ്തതിന് ശേഷമാണ് എന്റെ കാലിന്റെ മുട്ടിന്റെ പവർ തിരിച്ചു കിട്ടിയതും ബെൽറ്റിന്റെ സഹായം ഇല്ലാണ്ട് നിൽക്കാനൊക്കെ പറ്റിയത്. അങ്ങനെ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്തതിനൊക്കെ ശേഷം ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ ലിംബൊക്കെ വെക്കാൻ തുടങ്ങി. അങ്ങനെ ആർട്ടിഫിഷ്യൽ ലിംബൊക്കെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നടക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ എന്റെ ഈ അപകടത്തിന് ശേഷം ഒരു 1.5 വർഷം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. എന്നതിന് ശേഷം ഈ ലിംബൊക്കെ വെച്ച് ജസ്റ്റ് നടക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ സ്കൂളിൽ 2ാമത് അഡ്മിഷൻ എടുത്തത്. അപ്പോ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുത്തത് ഒരു അധ്യയന വർഷം തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നത്. ആ അഡ്മിഷൻ എടുത്ത സമയത്ത് അഡ്മിഷൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ സ്കൂള് സ്പോർട്സ് ഡേ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താന്ന് വെച്ചാല് എന്താ പറയാ, എല്ലാ കുട്ടികളും ഓടുന്നതും ചാടുന്നതും ഒക്കെ കാണാനുള്ള സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പോർട്സ് ഡേ നടക്കുന്ന ദിവസം ഞാൻ ഏറ്റവും നേരത്തെ സ്കൂളിലുള്ള ഗ്രൗണ്ടിലെത്തിയിട്ട് ഗ്രൗണ്ടിന്റെ ഓരത്ത് ഒരു ഇരിപ്പിടമൊക്കെ കണ്ടെത്തി അവിടെ ഇരുന്നു. അങ്ങനെ പക്ഷേ സ്പോർട്സ് തുടങ്ങി എല്ലാവരും ഓടുന്നതും ചാടുന്നതൊക്കെ കാണാൻ തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര സങ്കടമാവാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ അതിന് തൊട്ട മുന്നേയുള്ള വർഷങ്ങളിൽ ഇതുപോലുള്ള ഐറ്റങ്ങൾക്ക് പങ്കെടുക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഗ്രൗണ്ടിന്റെ ഒരു ഓരത്തായി പോവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് സങ്കടം വന്നപ്പോ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ഒരു ഓട്ടോ വിളിച്ച് ഞാൻ എന്റെ വീട്ടിൽ വന്നു. അപ്പം വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോ വീട്ടിന്റെ മുറ്റത്ത് എന്റെ പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു. ഞാൻ ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ആ സൈക്കിൾ എടുത്ത് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അതും നല്ല വൃത്തിക്ക് പാടി. ഞാനും സൈക്കിളും ഒരു പാറക്കല്ലിൽ പോയി വീണ് എന്റെ മുട്ട് പാറക്കല്ലിൽ ഇടിച്ച് എന്റെ മുട്ടിന്റെ എല്ല് 2ാമതും ചീന്തിപ്പോയി. അങ്ങനെ പൊട്ടി ചീന്തിപ്പോയ സമയത്ത് വീണ്ടും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. ഒരു 5-8 മാസം വീണ്ടും പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതിന് ശേഷമാണ് എന്റെ കാലിലെ മുട്ട് 2ാമത് ശരിയായി വന്നത്. പക്ഷെ അപകടത്തിന് ശേഷം ഹോസ്പിറ്റലിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് പ്ലാസ്റ്റർ ഒക്കെ വെട്ടി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ 2ാമത് അപകടത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ഞാൻ ആദ്യം കയറിയത് സൈക്കിളിന്റെ മേലെയാണ്. അന്ന് എന്റെ സുഹൃത്തുക്കളൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സൈക്കിൾ ഓടിക്കുന്നത്, കാർ ഓടിക്കുന്നത്, നീന്തല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഞാൻ 2ാമത് പഠിച്ചെടുത്തതാണ്. അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്റെ സുഹൃത്തുക്കളും എന്റെ വീട്ടുകാരൊക്കെയാണ്. എന്റെ വീട്ടുകാരൊന്നും ഇങ്ങനെ 2ാമത് കളിക്കാൻ വേണ്ടി പോകുമ്പോഴും അപകടം പറ്റുമ്പോഴൊന്നും എന്നോട് ഇതുവരെ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ടെന്നൊന്നും എന്റെ വീട്ടുകാർ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ചിലപ്പോ ഞാനത് പറഞ്ഞാൽ കേൾക്കുന്നല്ല എന്നുള്ളൊരു തിരിച്ചറിവ് എന്റെ വീട്ടുകാർക്കുള്ളത് കൊണ്ടായിരിക്കും. എന്തായാലും എന്റെ വീട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അമ്മേന്റെ സപ്പോർട്ടൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും എന്താ മതിയാത്ത കാര്യമായിട്ട്. നമ്മൾ പറയൂലേ, കവികളൊക്കെ പറയൂലേ, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ അതിലും വലിയൊരു കോവിലുണ്ടോ എന്നുള്ള ആ കവിതയൊക്കെ എത്ര വലുതാണ് എന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു അപകടത്തിന്റെ സമയത്താണ്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് വെക്കുന്ന സമയത്തൊക്കെ ഞാൻ ക്രിക്കറ്റും ഷട്ടിൽ വെറ്റും വോളിബോളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫുട്ബോൾ കളിക്കുമ്പോൾ കിട്ടുന്ന ഫീലിങ്സും സന്തോഷവും സമാധാനവും വേറെ എന്ത് ചെയ്താലും എന്ത് കളിച്ചാലും എനിക്ക് കിട്ടൂല. ഞാൻ ഇങ്ങനെ നാട്ടിലുള്ള പല സ്ഥലങ്ങളിലും പല ഗ്രൗണ്ടുകളിലൊക്കെ പോയിട്ട് ഫുട്ബോൾ ടൂർണമെന്റുകളും കളികളൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ചിന്ത, എന്തെങ്കിലും ഒരിക്കല് ഒരു ബൂട്ടൊക്കെ കെട്ടിയിട്ട് ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രൗണ്ടിന്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കാനെങ്കിലും പറ്റിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരുപാട് നിമിഷങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം എന്റെ സ്റ്റിക്കിലുള്ള നടത്തത്തിന്റെ വേഗത കൂടിയപ്പോഴാണ് ഞാൻ 2ാമത് പന്ത് തട്ടാൻ തുടങ്ങിയത്. എന്റെ അനിയൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. അനിയൻ കളിക്കുന്ന ബോൾ എടുത്തിട്ട് ഷേഡിനും കോണിനും ഒക്കെ പകരം എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഈ കുപ്പിയും ചെരുപ്പൊക്കെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ പന്ത് തട്ടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ 2ാമത് എന്റെ നാട്ടിലുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ 2ാമത് ഞാൻ എന്റെ നാട്ടിലുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ പോയപ്പോ എന്താ പറയാ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സ്റ്റിക്കൊക്കെ എടുത്തിട്ട് 2ാമതും എന്റെ നാട്ടിൽ ഞാൻ അതുവരെ കളിച്ച ക്ലബിന്റെ കുട്ടികളുടെ കൂടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ നോർമൽ ആയിട്ടുള്ള ഒരാളെ പോലെ കണ്ടിട്ടാണ് എന്റെ സുഹൃത്തുക്കൾ എന്നെ കളിക്കാൻ വേണ്ടി കൂട്ടുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്താന്ന് വെച്ചാൽ എന്റെ സുഹൃത്തുക്കൾ എനിക്കൊരു പരിഗണനയും തരാത്തതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
എനിക്ക് അന്ന് എന്തെങ്കിലും പരിഗണന എന്റെ സുഹൃത്തുക്കൾ തന്നിരുന്നെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും ആ ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി പോകില്ല. ഞാൻ സ്റ്റോപ്പർ ബേക്ക് കളിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഡിഫൻസിൽ കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഒരുപാട് ഫൗളുകളൊക്കെ ചെയ്യുന്ന മേഖലയാണ്. ഞാൻ കളിക്കുമ്പോൾ എന്റെ സ്റ്റിക്കൊക്കെ എന്റെ സുഹൃത്തുക്കൾ തട്ടിയിടും. ഞാൻ തിരിച്ചും എന്റെ സ്റ്റിക്ക് കൊണ്ടൊക്കെ അവരെ ഫൗൾ ചെയ്യുന്നൊക്കെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളോട് എങ്ങനെയാണോ പെരുമാറുക അതുപോലെ എന്റെ സുഹൃത്തുക്കൾ എന്നോട് പെരുമാറിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ എത്താൻ വേണ്ടി സാധിച്ചത്. എനിക്കൊരു പരിഗണനയും തരാത്തതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മള് നാട്ടില് പല ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും എന്താ പറയാ പലപ്പോഴും എവിടെ എത്താണ്ടായി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഓവറായിട്ടുള്ള പരിഗണനയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ട് പരിഗണിച്ച് അവരെ 4 ചുമരിന്റെ ഉള്ളിലാക്കുകയാണ് നമ്മൾ പലരും ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പരിഗണനയല്ല വേണ്ടത്, അവസരങ്ങളാണ് ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മള് എന്താ പറയാ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പുറത്തു പോകാനുള്ള അവസരങ്ങളാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടില് ഒരു വീൽ ചെയറിൽ കയറാൻ പറ്റുന്ന എത്ര ബസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വീൽ ചെയർ കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള എത്ര ഹോട്ടലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ വീൽ ചെയറിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പൊതു ടോയ്ലറ്റുകൾ പോലും നമ്മുടെ നാട്ടിലില്ല. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലോ അതുപോലുള്ള പൊതുസ്ഥലങ്ങളിലൊന്നും ഇതുപോലുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങളും അവസരങ്ങളാണ് ഇതുപോലുള്ള ആളുകൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത്, അല്ലാണ്ട് പരിഗണനയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇതുപോലുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ ഇതുപോലുള്ള ആളുകൾക്ക് ഒരുപാട് മുന്നിലോട്ട് വരാൻ പറ്റുന്നൊക്കെയാണ് എന്റെ വിശ്വാസം. എന്താ പറയാ ഇതിനൊക്കെ ശേഷം ഞാൻ എന്റെ നാട്ടിലുള്ള ഗ്രൗണ്ടിലൊക്കെ കളിച്ച് ഞാൻ ഇതുപോലുള്ള നോർമൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് കൂടുതലും കളിക്കുന്നത്. അങ്ങനെ കളിച്ചതിന് ശേഷം എന്റെ +2 പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത്. ഞാൻ ഡിഗ്രി പഠിച്ചത് കോഴിക്കോട് ദേവഗിരി കോളേജിലാണ്. സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയാണ് ഞാൻ എന്റെ ഡിഗ്രി പഠിച്ചത്. ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ടാണ് പഠിച്ചത്. ആ സമയത്ത് എന്താ പറയാ കോളേജ് ടീമിന്റെ ജേഴ്സി അണിയണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ഈ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ആർച്ചറി എന്ന് പറയുന്ന പുതിയൊരു കായിക ഐറ്റം പഠിക്കുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഹോസ്റ്റൽ ടീമിന്റെ കൂടെ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്റെ കോളേജിന്റെ ഫുട്ബോൾ ടീമിന്റെ കോച്ച് നിയാസ് റഹ്മാൻ എന്ന് പറയും നിയാസ് ഖാൻ എന്റെ അടുക്ക വന്നിട്ട് എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇതുപോലുള്ള ഫുട്ബോൾ ടീം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ എനിക്ക് മനസ്സിലായത് ഇതുപോലുള്ള ഫുട്ബോൾ ടീം ഇല്ല എന്നാണ്. അപ്പോ നിയാസ് എന്നോട് പറഞ്ഞു ഇതുപോലുള്ള കുറച്ച് ആളുകളെ സംഘടിപ്പിച്ചാൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് വെക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതുപോലുള്ള ആളുകളെ അന്വേഷിച്ച് ഒരുപാട് നടന്നു. പക്ഷെ പല ആളുകൾക്കും പേടിയാണ്, അല്ലെങ്കിൽ ധൈര്യം, അപകടത്തിന് ശേഷം കളിക്കാൻ പേടിയാണ് ഭൂരിഭാഗം ആൾക്കാർക്കും. ധൈര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് പേടിയാണ് ഇങ്ങനെ കളിക്കാൻ വേണ്ടി വിടാനൊക്കെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ ഞാനൊക്കെ വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വൈകല്യം എന്ന് പറയുന്നത് ഭയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈകല്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയം ഇല്ലാണ്ട് എന്ത് കാര്യവും ചെയ്താലും നമുക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സാറെ നമ്പർ കിട്ടി. ആ സാറെ വിളിച്ചപ്പോ സാറും എന്നോട് പറഞ്ഞത് കേരളത്തില് നിലവില് ആംപ്യൂട്ടി ഫുട്ബോൾ ഇല്ല, ഇന്ത്യയിലും നിലവിലില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഒരു വോളിബോൾ ടീമിന്റെ സെലക്ഷൻ നടക്കുന്നുണ്ട്. ആ ടീമില് സെലക്ഷൻ കിട്ടാൻ അല്ലെങ്കിൽ ആ ടീമിന്റെ സെലക്ഷന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞപ്പോ ഞാൻ മുന്നേ വോളിബോൾ കളിച്ചത് കൊണ്ട് ഞാൻ ആ ടീമിന്റെ സെലക്ഷന് പോയി. അങ്ങനെയാണ് എനിക്ക് കേരള ടീമിൽ ആദ്യമായിട്ട് സെലക്ഷൻ കിട്ടുന്നതും കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആയതും സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള കളിയിൽ നിന്ന് എനിക്ക് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതും. ഇന്ത്യക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് ശ്രീലങ്കയിലൊക്കെ പോയിട്ട് കളിച്ചത് വോളിബോളാണ്. പക്ഷെ ഇന്ത്യക്ക് വേണ്ടി ശ്രീലങ്കയിലൊക്കെ പോയി വോളിബോൾ കളിച്ച് തിരിച്ചു വന്നപ്പോ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു എന്നുള്ള സന്തോഷം എനിക്കുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫുട്ബോൾ കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഫീലിങ്സും സന്തോഷവും സമാധാനവും വേറെ എന്ത് ചെയ്താലും എന്ത് കളിച്ചാലും എനിക്ക് കിട്ടൂല. ഞാൻ രണ്ടാമതും കളിച്ചുകൊണ്ടിരുന്നത് ഫുട്ബോൾ തന്നെയാണ്. അങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന് ഒരുപാട് കാലം ഫുട്ബോൾ കളിച്ച് നടന്ന് നോർമൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെയും ഹോസ്റ്റൽ ടീമിന്റെ കൂടെയൊക്കെ ഫുട്ബോൾ കളിച്ച് നടന്ന് അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ആംപ്യൂട്ടി ഫുട്ബോൾ ടീം ഉണ്ടായത്. അങ്ങനെ ഒരു ആംപ്യൂട്ടി ഫുട്ബോൾ ടീം ഉണ്ടായ സമയത്ത് ആ ടീമിന്റെ സെലക്ഷന് പോയി. എനിക്ക് ആ സെലക്ഷൻ കിട്ടി ആ ടീമിൽ. അതേപോലെ തന്നെ
ആ ടീമിന്റെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ആംബ്യൂട്ടി ഫുട്ബോളിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആവാനും എനിക്ക് സാധിച്ചു. ആദ്യത്തെ ക്യാപ്റ്റനും നിലവിലുള്ള ക്യാപ്റ്റനും ഞാൻ തന്നെയാണ്. അതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആംബ്യൂട്ടി ഫുട്ബോളിന്റെ വേൾഡ് കപ്പിന്റെ ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ ഇറാനെതിരെ ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുകയാണ്. ഞാനിങ്ങനെ ആംബ്യൂട്ടി ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നോർമൽ ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കൂടുതലും കളിക്കുന്നതും നോർമൽ ഫുട്ബോളാണ്. എന്താ പറയാ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അർജന്റീനയുടെ അണ്ടർ-23 ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും കളിക്കാനൊക്കെ ഉള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് എന്റെ കളി കണ്ടെത്തിയിട്ട് അർജന്റീനയുടെ അന്നത്തെ ഒളിമ്പിക്സ് ടീമിന്റെ കോച്ച് മറഡോണ വേൾഡ് കപ്പ് അടിച്ച സമയത്ത് ആ ടീമിന്റെ വിങ് ബാക്ക് കളിച്ച ജൂലിയോ ലാറ്റിക്കേഷ്യ എന്ന് പറയുന്ന പ്ലെയർ ആയിരുന്നു അന്ന് ആ ടീമിന്റെ കോച്ച്. ആ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എന്റെ കളി കണ്ടിട്ട് അർജന്റീനയുടെ ഒഫീഷ്യൽ ക്യാപ്പ് എനിക്ക് ഊരി തന്ന സന്ദർഭമൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എന്താ പറയാ, ഞാൻ അത്രയും സന്തോഷത്തോടെ കാണുന്ന ചില നിമിഷങ്ങളാണ് അതൊക്കെ. അതേപോലെ തന്നെ ആ സമയത്ത് ഒരു നോർമൽ ഫുട്ബോൾ ടൂർണമെന്റ് പൂരാച്ചുണ്ട് ഫാദർ വട്ടുകുളം മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് കോഴിക്കോട് നടക്കുന്നുണ്ട്. അത് 11th ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ആ ഫുട്ബോൾ ടൂർണമെന്റിൽ മലബാർ യുണൈറ്റഡ് FC എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിയിട്ട് സാധാരണയുള്ള ആളുകൾ കളിക്കുന്ന ടൂർണമെന്റ് ആണ്. ആ ടൂർണമെന്റിൽ ഞാൻ കളിക്കുകയും എന്റെ കളി കണ്ടിട്ട് അവിടെയുള്ള കാണികൾ ആ കളിയുടെ വീഡിയോ ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് വൈറലായപ്പോ എനിക്ക് ISL നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അന്നത്തെ കോച്ച് എൽകോ ഷട്ടോരി എന്ന് പറയുന്ന കോച്ച് എന്നാ നോർത്ത് ഈസ്റ്റിലേക്ക് വിളിക്കുകയും നോർത്ത് ഈസ്റ്റിന്റെ ഭാഗമാവാനും ആ ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും പ്രാക്ടീസ് മാച്ച് കളിക്കാനൊക്കെയുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമാവാൻ സാധിച്ചതും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുകയാണ്. അതേപോലെ തന്നെ ബഹറില് യുവ കേരള എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് ബഹറിൽ, അതും നോർമൽ ഫുട്ബോളാണ്, ബഹറിൽ പോവുകയും ബഹറിൽ യുവ കേരളയ്ക്ക് വേണ്ടി കളിക്കാനും ആ ടീം ഞാൻ കളിച്ച ടൂർണമെന്റിൽ ടൈറ്റിൽ വിൻ ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുകയാണ്. അങ്ങനെ നോർമൽ ഫുട്ബോളാണ് ഇപ്പോഴും കൂടുതൽ കളിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയാ, എനിക്ക് ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ തന്നെ ഇഷ്ടമുള്ള മറ്റൊരു വിഷയം ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊക്കെ ഒരു നാട്ടും പുറത്ത് ജീവിച്ചു വളർന്ന ഒരാളാണ്. എന്റെയൊക്കെ നാട്ടില് പ്രൊഫഷണലായിട്ട് ഫുട്ബോൾ പഠിക്കാത്തത് കൊണ്ട് എവിടെയും എത്താണ്ടായിപ്പോയി ഒരുപാട് കളിക്കാരുണ്ട്. അതുപോലെ ഉള്ള ആളുകളെ ഫുട്ബോളിന്റെ മുഖ്യധാരയിലേക്ക്, പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആയ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കോച്ചാവണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു. അങ്ങനെ ഒരുപാട് കാലത്തെ പരിശ്രമത്തിന് ശേഷം നോർമൽ ഫുട്ബോളിൽ, സാധാരണ ആളുകൾ കളിക്കുന്ന ഫുട്ബോളില് ഹിമാചൽ പ്രദേശിൽ വെച്ചിട്ട് ഫുട്ബോളിന്റെ D ലൈസൻസ് കോച്ചിങ് എനിക്ക് കോച്ച് ആവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഫുട്ബോൾ കോച്ചിങ്ങിൽ D ലൈസൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. നോർമൽ ഫുട്ബോളിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് D ലൈസൻസ് എടുക്കുന്ന ഒരു ആംബ്യൂട്ടി ഫുട്ബോൾ പ്ലെയർ ഞാനാണ്. അതും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, എന്താ പറയാ, ഭാഗ്യവും എന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുകയാണ്. ഞാനിങ്ങനെ ഫുട്ബോൾ കളിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രാവലിംഗ് ആണ്. നിലവിൽ ഒരുപാട് അഡ്വഞ്ചർ ട്രാവലിംഗ് ചെയ്യുന്നുണ്ട്. പാരാഗ്ലൈഡിങ്, സ്കൂബ ഡൈവിങ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കടലിനടിയിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ട്രെക്കിങ്ങുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. കാടിന്റെ ഉള്ളിലേക്കും അതുപോലെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഈ പർവ്വതങ്ങളും മലകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ട്രെക്ക് ചെയ്ത് കാടിന്റെ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ട്രെക്കിങ്ങുകളും അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകളും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അത് എല്ലാ മനുഷ്യരും, ഞാൻ വിശ്വസിക്കുന്നത് ഈ ഭൂമിയിൽ പിറന്നു വീണ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അത് ഓരോ മനുഷ്യരിലും ഓരോ രീതിയിലും ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലും ആയിരിക്കും വരിക. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപകടത്തിന്റെ രൂപത്തിലാണ് പ്രശ്നങ്ങൾ വന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വേറെ പല രൂപത്തിലും ഭാവത്തിലും കോലത്തിലൊക്കെ ആയിരിക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നിട്ടുണ്ടാവുക. നമ്മൾ ഒരിക്കലും ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കാതിരിക്കുക. ഇതിനെതിരെ പോരാടാനുള്ള ഒരു കരുത്ത് എല്ലാവരും നേടിയെടുക്കുക. അതിനുള്ള കരുത്ത് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ പറയാ, സംസ്കൃതത്തിലൊരു ഒരു ശ്ലോകം, ഈശാവാസിമിതം സർവം കിഞ്ചം ജഗതാം ജഗത് എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ പിറന്നു വീണ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല ജീവൻ ചരാചരങ്ങളിലും
ഈശ്വരന്റെ അംശം ഉണ്ട് എന്നാണ്, അത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പറയാറുണ്ട്, ഒരു വിത്തിനുള്ളിൽ ഒരു മരം ഇറങ്ങിക്കിടക്കുന്നത് പോലെ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും അപരിമിതമായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം പരിശ്രമിച്ചാൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. എന്താ പറയാ, നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമോ ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ 1-2 പ്രാവശ്യം പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ നമ്മൾ നമ്മളെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ് ചെയ്യുക. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര തവണ ശ്രമിച്ചു എന്നുള്ളതല്ല, അത് കിട്ടുന്നത് വരെ ശ്രമിച്ചു എന്നുള്ളതാണ് കാര്യം. ഇപ്പോ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടെന്നാൽ ആർക്കും അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള കരുത്ത് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കാത്തത് കൊണ്ടാണ് നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി പറ്റാത്തത്. നിരന്തരം പരിശ്രമിച്ചുകൊണ്ടെന്നാൽ നമുക്ക് അങ്ങനെ വിജയങ്ങളിൽ എത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും സങ്കടപ്പെട്ടിരിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ദിവസം സെപ്റ്റംബർ 2 എന്ന് പറയുന്ന ദിവസമാണ്. എന്റെ പിറന്നാള് ഞാൻ ആഘോഷിക്കാൻ മറന്നാലും സെപ്റ്റംബർ 2 എന്ന് പറയുന്ന ദിവസം ഞാൻ അതിഗംഭീരമായിട്ട് ആഘോഷിക്കലുണ്ട്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചപ്പോഴും വോളിബോൾ കളിച്ചപ്പോഴും ഒക്കെ 2-ാം നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് ഞാൻ കളിച്ചത്. അതുപോലെ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ ടൂർണമെന്റ് ഒക്കെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ജേഴ്സി നമ്പർ സെലക്ട് ചെയ്യാനുള്ള അവസരമൊക്കെ ലഭിക്കുമ്പോൾ ഞാൻ 2-ാം നമ്പർ ജേഴ്സിയാണ് സെലക്ട് ചെയ്യുക. ഞാൻ എന്റെ പിറന്നാളിനേക്കാൾ കൂടുതൽ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 2 എന്ന് പറയുന്ന ദിവസമാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, എനിക്ക് 2-ാം നമ്പറിനോട് ഇത്ര പ്രണയം തോന്നാനുള്ള കാരണം, എനിക്ക് അപകടം പറ്റിയിട്ട് എന്റെ കാല് മുറിച്ച് കളഞ്ഞ ദിവസമാണ് സെപ്റ്റംബർ 2. ഞാൻ ആ ദിവസമാണ് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ കാല് സ്വർഗത്തിൽ പോയ ദിവസമാണ് സെപ്റ്റംബർ 2 എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ ദിവസം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞിരുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും നേടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത്, നമുക്ക് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം സങ്കടപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റി, എന്റെ ജീവിതം ഇങ്ങനെയായി പോയി, എന്റെ കാല് പോയി, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഡിസബിലിറ്റി വന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് ഏതൊരാൾക്കും പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് ധീരത. സങ്കടപ്പെടുക എന്ന് പറയുന്നത് ആർക്കും പറ്റുന്ന കാര്യമാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളത് ആണ് ധീരത. നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരും സങ്കടം ഒരു ലഹരിയായിട്ട് കൊണ്ടെടുക്കുന്ന ആളുകളാണ്. സങ്കടപ്പെടുക എന്ന് പറയുന്നത് ഒരു ലഹരി പോലെയാണ്. നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞു തീരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ച് കരയുന്ന ആളുകളാണ്. അത് ഒരു ലഹരി പോലെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും സങ്കടം ലഹരിയായിട്ട് എടുക്കരുത്. സങ്കടപ്പെടുക എന്ന് പറയുന്നത് ഏതൊരാൾക്കും ചെയ്യുന്ന, ഏത് മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോ അതിൽ നിന്ന് പുറത്ത് കടക്കുന്ന ധീരന്മാരായിട്ട് എന്റെ മുന്നിൽ ഞാൻ പറയുന്നത് കേൾക്കുന്ന ആളുകളെങ്കിലും മാറുക. അത് പുറത്ത് കടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനുള്ള കരുത്ത് എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, വ്യക്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ എന്താവണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. നിങ്ങളൊക്കെ ഈ അടുത്ത് കുറച്ചു കാലം മുന്നേ ഇറങ്ങിയ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പടമുണ്ട്. ആ പടത്തില് ജയസൂര്യയാണ് അഭിനയിച്ചത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ എക്കാലത്തെയും ഇതിഹാസധാരായ VP സത്യൻ എന്ന് പറയുന്ന ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായ VP സത്യൻ എന്ന് പറയുന്ന പ്ലെയറെ കുറിച്ചാണ് ആ പടം ഇറക്കിയത്. ആ പടത്തിൽ ഒരു ഡയലോഗ്, ഒരു കളിക്കാരന്റെ ആയുസ് അവന്റെ കാലുകളാണെന്നാണ് ആ പടത്തിൽ പറയുന്നത്. പക്ഷെ ഞാനൊക്കെ വിശ്വസിക്കുന്നത് ഒരു കളിക്കാരന്റെ ആയുസ് അവന്റെ തീരുമാനങ്ങൾ മാത്രമാണ്. ഒരു കളിക്കാരന്റെ എന്നല്ല, ഏതൊരാളുടെയും ആയുസ് എന്ന് പറയുന്നത് അവരുടെ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുക, അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആർക്കും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ പല ആൾക്കാരും എന്താ പറയാ, ഇങ്ങനെ പരാജയപ്പെടുമ്പോ ഇങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങളൊന്നും ആർക്കും ഉപേക്ഷിക്കാതിരിക്കുക. നിങ്ങൾ ഹിലാരി എന്ന് പറയുന്ന ആള് പർവ്വതം ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടി കയറിയ സമയത്ത് ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷമാണ് ഹിലാരിക്ക് എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ കയറി പരാജയപ്പെട്ടിട്ട് 1-2 പ്രാവശ്യം പരാജയപ്പെട്ടപ്പോ ഈ ഒരു പത്രസമ്മേളനത്തിൽ ഹിലാരിനോട് പത്രപ്രവർത്തകർ ചോദിച്ചത്, ലോകത്തിൽ ഒരു മനുഷ്യന്മാർക്കും കയറാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഈ പർവ്വതം നിങ്ങൾ വീണ്ടും വീണ്ടും എന്തിനാണ് കയറാൻ ശ്രമിക്കുന്നത്?
ഇതൊരിക്കലും ആർക്കും നടക്കാത്ത കാര്യമാണ്. ഇതുവരെ ആർക്കും കയറാൻ പറ്റിയിട്ടില്ല. ലോകത്തിൽ ആർക്കും എത്തിപ്പെടാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പരാജയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പർവ്വതാരോഹണം നടത്തുന്നതെന്ന് ചോദിച്ചപ്പോ ഹിലാരി അങ്ങനെ സംസാരിക്കൊന്നും ചെയ്യാണ്ട് തൊട്ടടുത്ത് കിടന്ന ഒരു എവറസ്റ്റിന്റെ ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഹിലാരി പറഞ്ഞത്, എവറസ്റ്റേ നിന്റെ വളർച്ച അവസാനിച്ചു, എനിക്ക് ഇനിയും വളരാൻ കഴിയുന്ന. അങ്ങനെ അടുത്ത അറ്റംപ്റ്റില് ഹിലാരിക്ക് എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി സാധിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഹിലാരി ഒരു പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കി കാണിച്ചപ്പോ ഒരുപാട് ആളുകള് പിന്നീട് എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. കൈയില്ലാത്ത ആളുകൾ കീഴടക്കിയിട്ടുണ്ട്, കണ്ണ് കാണാത്ത ആളുകൾ കീഴടക്കിയിട്ടുണ്ട്, സ്ത്രീകൾ കീഴടക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രായ ആളുകൾ കീഴടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു മാതൃക കാണിച്ചു തന്നപ്പോ ഒരുപാട് ആൾക്കാർ അത് കീഴടക്കിയിട്ടുണ്ട്. അതുപോലെ കഴിയുകയും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു കാര്യമല്ല. നമ്മൾ ശ്രമിച്ചാലും നമുക്ക് എന്തും നേടിയെടുക്കാനും എന്തും ചെയ്യാനൊക്കെ സാധിക്കും. അതിനുള്ള കരുത്ത് എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. അപ്പോ നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് ഭൂരിഭാഗം ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെ അപകടമൊക്കെ പറ്റി കാറൊക്കെ മുറിച്ചതിന് ശേഷവും എങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ ആളുകളോടും പറയുന്നത്, എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പറയാറുണ്ട്, ഭഗത് സിംഗിനെ കുറിച്ചുള്ള കഥയാണ്. നിങ്ങൾക്കൊക്കെ അറിയാനുണ്ടാവും ഭഗത് സിംഗിനെ കുറിച്ചുള്ള കഥ. ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുന്നത്, ഭാരത് മാതാക്ക് ജയ് വിളിച്ചതിനാണ് ഭഗത് സിംഗിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുന്നത്. ആ വിധി നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി ജയ് വിളിച്ചാല് തൂക്കിക്കൊല്ലാതെ വിടാന്ന് പറഞ്ഞപ്പോ ഭഗത് സിംഗ് പറഞ്ഞത്, ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി മാത്രമേ ജയ് വിളിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ ബ്രിട്ടീഷുകാര് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചതിന് ശേഷം അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഭഗത് സിംഗ് പറഞ്ഞത്, എനിക്ക് എന്റെ അമ്മേനെ കണ്ട് മരിക്കണം എന്നുണ്ട്, അതും നിങ്ങൾ സമ്മതിക്കെങ്കിലും മാത്രം മതി എന്ന് പറഞ്ഞപ്പോ ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിന് അമ്മേനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു. അപ്പം എന്താന്ന് വെച്ചാൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഭഗത് സിംഗ് അമ്മേനെ കാണുമ്പോഴെങ്കിലും ഒന്ന് കരയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ ഭഗത് സിംഗിന് അമ്മേനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തപ്പോ ഭഗത് സിംഗ് ഇങ്ങനെ ജനലിന്റെ അയ്യൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മ കരഞ്ഞുകൊണ്ട് കയറി വരുന്ന ഒരു രംഗമുണ്ട്. ഭഗത് സിംഗിന്റെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കയറി വരുമ്പോ ഭഗത് സിംഗ് അമ്മേനോട് പറയുന്നത്, എനിക്ക് എന്റെ അമ്മേനെ കണ്ട് മരിക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ സ്വന്തം മകൻ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ പോകുമ്പോൾ കരയുന്ന അമ്മേനെ എനിക്ക് കാണണമെന്നില്ല, അമ്മേനെ കാണുമ്പോൾ എനിക്ക് പുച്ഛാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗത് സിംഗ് ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ ഭഗത് സിംഗിന്റെ അമ്മ മോനെ ഭഗത് എന്ന് വിളിച്ചിട്ട് ഭഗത് സിംഗിനോട് പറയുന്നത്, ഞാൻ എന്റെ മകൻ മരിക്കുന്ന സങ്കടം കൊണ്ടല്ല കരയുന്നത്, നിന്നെ പോലെയുള്ള ഒരൊറ്റ മകനെ മാത്രമേ എനിക്ക് പ്രസവിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്നാണ് ഭഗത് സിംഗിന്റെ അമ്മ പറഞ്ഞത്. അപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇത്രയും ധീരത കാണിച്ച അമ്മമാരും മക്കളും അച്ഛന്മാരൊക്കെ ജീവിച്ച് മരിച്ചൊരു മണ്ണിലാണ് നമ്മളും പിറന്നു വീണത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് പിറന്നു വീഴുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യാണ്. അപ്പോ ഇത്രയും ധീരത കാണിച്ച ആളുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ നമ്മൾ കാല് പോയതിനും കൈ പോയതിന്, അല്ലെങ്കിൽ മുടി നരച്ചതിന്, മുഖക്കുരു വന്നതിന്, തടിച്ചു പോയതിന്, വെളുത്തു പോയതിനും കറുത്തു പോയതിനും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി വന്നതിനൊക്കെ സങ്കടപ്പെടുകയും കരയുകയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നിലവാരം എത്രയോ താണുപോയി എന്നാണ് അർത്ഥം. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തമായിട്ട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്താ പറയാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എനിക്ക് കുറച്ച് സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോ ഞാൻ എന്തായാലും നിങ്ങളൊക്കെ എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി അവസാനമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നതിനായി ശ്രീ മാഹിൻ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ടവരെ, വേദിയിലും വിശിഷ്ടങ്ങളെ, എല്ലാ കർത്തവ്യം നന്ദി പറയുകയാണ്. അപ്പോൾ ഈ നമ്മളുടെ 145-ാമത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്തിനു നന്ദി പറയുന്നു. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും അതുപോലെ നമ്മളുടെ ആങ്കറിങ് ചെയ്ത
സീമാവന് എന്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി പറയുന്നു. സ്വാഗതം പ്രശംസിച്ചു പറഞ്ഞ ഈ സാറിന് എന്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി പറയുന്നു. അധ്യക്ഷ അഖിൽ കുമാറിന് എന്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി പറയുന്നു. നമ്മുടെ ഉദ്ഘാടനായ നമ്മുടെ എല്ലാമായ തോളമറ്റന് എന്റെ പേരിലും ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി പറയുന്നു. എന്റെ പേരിൽ ദർശന സർവീസ് സൊസൈറ്റിയുടെ പേരിലും നന്ദി പറയുന്നു. എല്ലാവരുടെ പേരിലും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ, ലൈനിൽ കിട്ടാനില്ല. അത് ലിജോ കോഴിക്കോട്. നന്ദി പറഞ്ഞ മാഹിന് ഒരുപാട് നന്ദി. താങ്ക് യു മാഹിൻ. ലിജോ കോഴിക്കോട്, ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് പറയൂ, എന്തൊക്കെയാണ് സംഭവം എന്ന് പറയുക.